ഇസ്ലാം ശാന്തിയുടെയും മോക്ഷത്തിന്റെയും മാർഗം മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ പണ്ഡിതൻ ജാഫർ വാണിമേൽ അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹാദിഹി ഉമ്മത്തുകും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുകും ഫഅബ്ദൂൻ. സല്ലല്ലാഹു അലൈഹി. വേദിയിൽ ഉപവിഷ്ടരായ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സാരഥികളെ, എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന നല്ലവരായ സഹോദരിമാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഈ വൈകിയ വേളയിൽ ഇസ്ലാം ശാന്തിയുടെയും മോക്ഷത്തിൻ്റെയും മാർഗം എന്ന വിഷയത്തിൽ ഒരു മുഖ്യ പ്രഭാഷണം നടത്തുവാനാണ് ഞാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ലോകത്ത് സമാധാനം എന്നർത്ഥമുള്ള ഇസ്ലാം ഭീകരതയായി അവതരിപ്പിക്കപ്പെടുന്ന, തീവ്രവാദമായി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലമാണിത്. ശാന്തിയുടെ മതമായ ഹിന്ദുമതം ക്രൂരതയുടെ മതമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു കൊല്ലാത്ത കാലം. യുദ്ധമില്ലാത്ത ഭൂമി എന്നർത്ഥമുള്ള അയോധ്യ യുദ്ധഭൂമിയായി മാറുന്ന കാലം. രമിപ്പിക്കുന്നവൻ എന്നർത്ഥമുള്ള രാമൻ ദുഃഖിപ്പിക്കുന്നവനായി മാറിയ കാലം. കാരുണ്യവും സമാധാനവും ദ്യോതിപ്പിക്കുന്ന യേശുക്രിസ്തു അക്രമത്തിന് ചൂട്ടുപിടിക്കുന്ന കാലം. മതം എന്ന് പറയുന്നത് മതവിശ്വാസികൾ എന്നവകാശപ്പെടുന്ന ആളുകളുടെ കൈകളിലെ കളിപ്പാവകളായി മാറി മതവിരുദ്ധമായ ആശയങ്ങൾക്ക് ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ CP സൂചിപ്പിച്ചതുപോലെ, അതിനു മുമ്പ് പല പ്രഭാഷണങ്ങളിലും നമ്മൾ ശ്രവിച്ചതുപോലെ, സമാധാനത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ഈ ആശയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാം മതം വളരെ കൃത്യമായി ഈ ശാന്തിയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക മാത്രമല്ല, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ആ സമാധാനം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കരിച്ച ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പറഞ്ഞുകൊണ്ടാണ് CP അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രഭാഷണം അവസാനിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം റബ്ബനാ ഹയ്യിനാ ബിസ്സലാം. അല്ലാഹുവേ, നീ സമാധാനമാണ്, നിന്നിൽ നിന്നാണ് സമാധാനം, നിന്നിലേക്കാണ് സമാധാനത്തിൻ്റെ മടക്കം എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ പ്രാർത്ഥന, ശാന്തിയുടെ പ്രാർത്ഥന, അത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, അള്ളാഹുമായുള്ള സംഭാഷണത്തിൽ നിന്ന് വിടവാങ്ങുന്നതിന് മുമ്പ് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ വിളിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങയുടെ മേൽ അള്ളാഹുവിൻ്റെ ശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവാചകന് മാത്രമല്ല, ഞങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ, സദ്വൃത്തരായ എല്ലാ മനുഷ്യർക്കും, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള എല്ലാ നല്ലവർക്കും അള്ളാഹുവേ നിന്റെ ശാന്തി വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സ്വന്തം കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് അവസാനം അള്ളാഹുമായുള്ള ആ സംഭാഷണത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞ് ലോകത്തിന് മുഴുക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്
ഓരോ വിശ്വാസികളും നമസ്കാരത്തിൽ നിന്ന് വിടവാങ്ങുന്നത് അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന്. ഈ ലോകത്തിന് വേണ്ടി മുഴുവനാണ് ആ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ച ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുവേ നീ ശാന്തിയാണ് എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ആരാധിക്കുന്നത്? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങളുടെ സൃഷ്ടാവ് അള്ളാഹു. ആ ശാന്തിയുടെ ഗേഹം, സമാധാനത്തിൻ്റെ ഗേഹം, അവിടേക്ക് പ്രയാണം ചെയ്യാൻ. അവിടെ കേൾക്കുന്ന വാക്ക് ഇല്ലാ ഖീലൻ സലാമൻ സലാമ, സമാധാനം സമാധാനം, ശാന്തി ശാന്തി എന്നല്ലാതെ അവിടെ നിങ്ങൾ കേൾക്കുകയില്ല എന്ന് അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. ശാന്തിയുടെ മന്ത്രം കേൾക്കുന്ന സ്വർഗത്തിലേക്ക്, ശാന്തിയുടെ ഗേഹമായ സ്വർഗത്തിലേക്ക്, ശാന്തിയുടെ ഉടമസ്ഥനായ, ശാന്തിയേകുന്നവനായ, സൃഷ്ടാവായ പടച്ചവൻ ഈ ലോകത്തിന് ശാന്തി പകർന്നു കൊടുത്ത പ്രവാചകനിലൂടെ ശാന്തിയുടെ മാർഗം കാണിച്ചു തന്നു. അതിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ശാന്തിയുടെ മതം, സമാധാനത്തിൻ്റെ മതം, സ്വസ്ഥതയുടെ മതം. പക്ഷേ IS ഭീകരവാദികൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പേര് പറഞ്ഞ് ഇസ്ലാം എന്താണ്, സ്റ്റേറ്റ് എന്താണ് എന്നറിഞ്ഞുകൂടാത്ത ആളുകളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കിയിട്ട് ഞങ്ങളാണ് ഇസ്ലാമിൻ്റെ വാക്താക്കൾ എന്ന് പറയുമ്പോൾ, മാധ്യമങ്ങൾ അതിന് ഇസ്ലാമിൻ്റെ ലാബലൊട്ടിച്ച് പ്രചാരണം നടത്തുമ്പോൾ ആളുകൾക്ക് തോന്നിപ്പോവുകയാണ് ഈ ഇസ്ലാം ഭീകരതയല്ലേ എന്ന്, ഇവർ തീവ്രവാദികളല്ലേ എന്ന്. All Muslims are not terrorists, but all terrorists are Muslims എന്ന് അവർ പ്രോപ്പഗണ്ടയടിക്കുകയാണ്. ഭീകരവാദികളെല്ലാം മുസ്ലിങ്ങൾ, എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, എന്നാൽ എല്ലാ ഭീകരവാദികളും മുസ്ലിങ്ങളാണ് എന്നുള്ള പ്രചാരണം അടിച്ചു വിടുകയാണ്. അത് ഇന്ത്യ രാജ്യത്തുണ്ട്, അമേരിക്കയിലുണ്ട്, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഫ്രാൻസിലുണ്ട്, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആ പ്രചാരണം നടക്കുന്നുണ്ട്. പക്ഷേ ആ പ്രചാരണം നടത്തുന്ന എല്ലാവരുടെ നാടുകളിലും ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പുകൾ ഒരുപാട് അക്രമങ്ങൾ അഴിച്ചു വിട്ടിട്ട് അവയൊന്നും തീവ്രവാദത്തിൻ്റെ ലാബലിലേക്ക് ആരും വരുത്തിയിട്ടില്ല. ആ മതങ്ങളെയൊന്നും തീവ്രവാദത്തിൻ്റെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഇന്ത്യ രാജ്യത്തിന് ദിശാബോധം നൽകിയ, ഇന്ത്യ കണ്ട ഊർജ്ജസ്വലനായ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ മുഖം മരണശേഷം കാണാൻ ഇന്ത്യക്കാർക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. ആ മുഖം പൊട്ടിത്തെറിച്ചത് തമിഴ്നാട്ടിലെ പെരുമ്പതൂരിലായിരുന്നു. ആ പൊട്ടിച്ച ബോംബ് ഒരു മുസ്ലിം തീവ്രവാദിയുമല്ല പൊട്ടിച്ചത്. തനുവും ശിവരശനും പോയി ഹിന്ദുവായ അമ്മമാരുടെ മക്കളായി ജനിച്ച ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈലം എന്ന് പറയുന്ന 100% മുസ്ലിങ്ങൾക്ക് പ്രാമുഖ്യമില്ലാത്ത, പ്രാതിനിധ്യമില്ലാത്ത ആ തീവ്രവാദ സംഘടനയെ ഇന്നേ വരെ ലോകത്തൊരാളും ഹിന്ദു തീവ്രവാദ സംഘടന എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. ഹിന്ദുമതത്തോട് അതിൻ്റെ മറുപടി പറയാൻ പറഞ്ഞിട്ടില്ല. അഫ്ഗാനിൻ്റെ മലമടക്കുകളിൽ, ഇറാഖിൻ്റെ തെരുവീഥികളിൽ മനുഷ്യമക്കളെ നിഷ്ഠൂരമായ കാർപ്പറ്റ് ബോംബിങ്ങിന് വിധേയമാക്കി. ദിസ് ഈസ് ദ വാർ ബിറ്റ്വീൻ ദ ക്രോസ് ആൻഡ് ദ ക്രസന്റ്. ഇത് കുരിശും ചന്ദ്രക്കലയും തമ്മിലുള്ള യുദ്ധമാണ് എന്ന് മതകീയമായ പരിവേഷം നൽകിക്കൊണ്ട് യുദ്ധം നടത്തിയ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിണിയാളുകൾ നടത്തിയിട്ടുള്ള ആ അക്രമത്തിൻ്റെ പേരിൽ, കൊല ചെയ്യപ്പെട്ട ആ പിഞ്ചു പൈതങ്ങളുടെ പേരിൽ, മരുന്ന് കിട്ടാതെ മരിച്ചു വീണ 5 ലക്ഷം പിഞ്ചു പൈതലുകളുടെ പേരിൽ ഇന്നേ വരെ അത് ക്രൈസ്തവ ഭീകരതയാണ് എന്ന് ലോകത്താരും തന്നെ പറഞ്ഞിട്ടില്ല. ഗാന്ധി ജനിച്ചൊരു നാട്ടിൽ ഇപ്പോൾ ഗന്ധം മനുഷ്യന്റെ മാംസഗന്ധം എന്ന് സത്യചന്ദ്രൻ പൊയിൽക്കാവ് എന്ന നവാഗതനായ ഒരു മലയാള കവി കുറിച്ചു വെക്കുമാറ് ഗാന്ധിജി പിറന്നു വീണ ഗുജറാത്തിന്റെ മണ്ണിൽ പിഞ്ചുമക്കളെ പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊന്ന വർഗീയവാദികൾ സ്ത്രീകളുടെ വയറുകൾ, ഗർഭസ്ഥ ശിശുക്കളെ തൃശൂലം കൊണ്ട് കുത്തിയെടുത്ത് പിളർന്ന് ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കിയ ആ വർഗീയവാദികളുടെ ചെയ്തിയെ ഇന്നേ വരെ ആരും ഹിന്ദുത്വ ഭീകരത എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടില്ല. ഞാൻ പറയുന്നത്, മതത്തിന്റെ പേര് പറഞ്ഞ് മതത്തിന്റെ ആളുകൾ, ഏതെങ്കിലും ഒരു മതത്തിലുള്ള ആളുകൾ ചെയ്യുന്ന അക്രമത്തെ ഇസ്ലാമിന്റെ പട്ടികയിൽപ്പെടുത്തി ഇസ്ലാമിക് തീവ്രവാദികളെന്ന്
ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതേ നാവ് ഉപയോഗിച്ച് മറ്റു മതത്തിന്റെ ആളുകൾ ചെയ്യുന്നതിനെ ആ മതങ്ങളുടെ പേര് ചേർത്ത് പറയാൻ തയ്യാറാവുക എന്നുള്ളത് മാന്യതയുടെ ഭാഷ്യമാണ്. പക്ഷേ ഇസ്ലാമിനെതിരിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് വെല്ലുവിളിയായി സോവിയറ്റ് റഷ്യയുടെ പതനത്തിനു ശേഷം ഇനി ആരെങ്കിലും വരാൻ ബാക്കിയുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ്, ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് എന്നുള്ള തിരിച്ചറിവിൽ അവിടെയുള്ള ബുദ്ധിരാക്ഷസന്മാർ അടിച്ചുവിട്ട ഈ പ്രോപ്പഗണ്ടയാണ് ഇസ്ലാമിക് ടെററിസമായും ഇസ്ലാമിക് എക്സ്ട്രീമിസമായും ഇസ്ലാമിക് ഫണ്ടമെന്റലിസമായും അങ്ങനെ പല പേരുകളിലായി ഇസ്ലാമിനെ തമസ്കരിക്കുവാനും ഇസ്ലാമിനെ കൊച്ചാക്കുവാനും ഇസ്ലാമിനെ വിമർശിക്കുവാനും വേണ്ടിയുള്ള പ്രചാരവേലയുടെ പിന്നാമ്പുറം എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഒരു മതവും ലോകത്ത് മനുഷ്യരെ കൊല്ലാനോ ആക്രമിക്കാനോ പറഞ്ഞിട്ടില്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് നമ്മൾ ശാന്തിയിലേക്ക് പോകണം, സമാധാനത്തിലേക്ക് പോകണമെന്നാണ്. ഭാരതത്തിലെ മുനിശ്രേഷ്ഠന്മാർ ഓം ശാന്തി 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപനിഷത്ത് മന്ത്രങ്ങൾ അവസാനിപ്പിച്ചത്. ശാന്തിയായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത്. ടി.എസ്. എലിയട്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷ് കവി ലോകമഹായുദ്ധാനന്തരം ലോകം ഒരു തരിശ് ഭൂമിയായതിനെ കുറിച്ച് ദ വേസ്റ്റ് ലാൻഡ് എന്ന പേരിൽ ഒരു മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. ആ മഹാകാവ്യത്തിന്റെ അവസാനത്തിൽ ദത്ത ദയദ്വം ദമ്യത ശാന്തി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതം പകർന്നു കൊടുത്ത ശാന്തിയുടെ മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത്. ഈ ശാന്തിയാണ് ലോകത്തിന് ഹിന്ദുമതം പകർന്നു കൊടുത്തത്. പക്ഷേ ഹിന്ദുമതത്തിന്റെ അനുയായികളാണെന്ന് പറഞ്ഞു നടക്കുന്ന ഇന്ദ്രപ്രസ്ഥം വാണരുളുന്ന വർഗീയ ഫാഷിസ്റ്റുകൾ, അവരുടെ പിണിയാളുകൾ ഇന്നേ വരെ ശാന്തി ഉയർത്തുന്ന വാക്കുകളല്ല ഈ രാജ്യത്ത് പറഞ്ഞിട്ടുള്ളത് എന്നതിന് ഇന്നും ഇന്നലെയും ഇറങ്ങിയ പത്രങ്ങൾ വരെ നമുക്ക് മുമ്പിൽ സാക്ഷികളാണ്. മതം അശാന്തിക്കെതിരെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ക്രൂരതക്കെതിരെയുള്ള ആഹ്വാനത്തിന്റെയും നിറഞ്ഞു നിൽക്കുന്ന പാഠങ്ങളാണ് ലോകത്തിന് മുമ്പിൽ സമ്മാനിക്കുന്നത്. മഹാനായ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞത് ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് മുഴുവൻ നിങ്ങൾ കാരുണ്യം കാണിക്കുക, എങ്കിൽ ആകാശ ലോകത്തുള്ളവൻ നിങ്ങളോടും കാരുണ്യം കാണിക്കുമെന്നാണ്. പടപ്പുകളോട് കാരുണ്യം കാണിച്ചാൽ പടച്ചവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. അതുകൊണ്ടാണ് മാപ്പിളപ്പാട്ട് കവി പി ടി അബ്ദുറഹിമാൻ പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളീൻ, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളീൻ എന്ന് നമുക്ക് പാട്ട് പാടി തന്നത്. അതാണ് മതം പഠിപ്പിച്ചത്. ലാ യുർഹം മൻ ലാ യർഹം, കാരുണ്യം കാണിക്കാത്തവന് ഒരിക്കലും തന്നെ പടച്ചവന്റെ കാരുണ്യം കിട്ടുകയില്ല. പടപ്പുകളോട് മാത്രമല്ല, മദ്രസകളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുസ്ലിം മക്കൾക്ക് തിരുവനന്തപുരത്തുകാരനായ ONV എഴുതിയതുപോലെ ഓത്തു പള്ളിയിലിരുന്നോത്തു പഠിക്കയാണ് ഇസ്ലാമിൻ കുരുന്നുകൾ എന്ന് പറഞ്ഞ് എഴുതിയല്ലോ അദ്ദേഹം. പണ്ടു പണ്ടാ പടിഞ്ഞാറൻ ചെരുവിലും ചെണ്ടിട്ട സംസ്കൃതി തൻ സ്വരം കേട്ടു ഞാൻ എന്ന് മദ്രസയുടെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ ONV എഴുതി വെച്ചിട്ടുണ്ട്. ആ മദ്രസകളിൽ ഇരുന്ന് ചൊല്ലിപ്പഠിക്കുന്ന മുസ്ലിം മക്കൾ പഠിപ്പിക്കപ്പെടുന്ന പാഠം ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗം കിട്ടിയ മനുഷ്യന്റെ കഥയാണ്. പ്രയാസങ്ങൾ സഹിച്ച് ഷൂസുകളിൽ വെള്ളം നിറച്ച് മിണ്ടാപ്രാണിയായ നായക്ക് കുടിവെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗം കിട്ടിയ മനുഷ്യന്റെ കഥ പഠിപ്പിച്ചു തന്ന പ്രവാചകൻ നിർത്തിയില്ല അവിടെ. പൂച്ചക്കുട്ടിയെ കെട്ടിയിട്ട് പട്ടിണിക്കിട്ട് പീഡിപ്പിച്ച് കൊന്നതിന്റെ പേരിൽ നരകം കിട്ടിയ മനുഷ്യന്റെ കഥയും പഠിപ്പിച്ചു തന്നു ആ മഹാനായ പ്രവാചകൻ. ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്ർ, പച്ചക്കരലുള്ള ഓരോ ജീവിയിലും നിങ്ങൾക്ക് കാരുണ്യമുണ്ട് എന്ന്. പച്ചക്കരലുള്ള ഓരോ ജീവിയോടും നിങ്ങൾ കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് പിന്നെ എങ്ങനെയാണ് മനുഷ്യ മക്കളെ കൊല്ലാൻ കഴിയുക? എങ്ങനെയാണ് അവരെ കഷ്ടപ്പെടുത്തുവാൻ കഴിയുക? പക്ഷേ മതം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത, തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന മുസ്ലിം നാമധാരികളായ തീവ്രവാദികൾ ഈ മതത്തിന്റെ അധ്യാപനങ്ങളെ പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ച് അക്രമം അഴിച്ചുവിടുന്നു, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, കലാപങ്ങൾ ഉണ്ടാക്കുന്നു. ഇസ്ലാം അതിന് ഉത്തരവാദിയല്ല. ഇന്ത്യ രാജ്യത്തിന്റെ തെരുവീതികളിൽ ബാബർ കാ ബച്ചോം ഖേ ഖൂൻ സേ ഹം ഹോളി മനായേംഗെ, ബാബറുടെ മക്കളുടെ ചോര കൊണ്ട് ഞങ്ങൾ ഹോളി ആഘോഷിക്കും എന്നാക്രോശിച്ചുകൊണ്ട്
വർഗീയത വളർത്തി മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്ന ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ, ഉറുദു മുസ്ലിം പാകിസ്ഥാൻ, ഹിന്ദുസ്ഥാൻ മേ രഹനാ ഹോഗാ, തോ വന്ദേ മാതരം കഹനാ ഹോഗാ, രാം നാം ലേനാ ഹോഗാ എന്ന പ്രകോപനത്തിന്റെ മുദ്രാവാക്യം മുടക്കുന്ന ഹിന്ദുത്വ വർഗീയവാദികൾക്ക് രാമായണത്തിന്റെ പാഠം പഠിപ്പിച്ച മഹാനായ വാൽമീകി മഹർഷി തമസാ നദിയിൽ തന്റെ ശിഷ്യനായ ഭരദ്വാജന്റെ കൂടെ കുളിക്കാൻ പോകുന്ന വേളയിൽ മരക്കൊമ്പിലിരുന്ന് ഇണചേരുകയായിരുന്ന ക്രൗഞ്ചപ്പക്ഷികളിൽ ഒന്നിനെ അമ്പെഴുതി വീഴ്ത്തിയ വേദനാജനകമായ കാഴ്ച കണ്ടപ്പോൾ മാ നിഷാദ പ്രതിഷ്ഠാന്ത്വ മഗമ ശാശ്വതി സമ യൽ ക്രൗഞ്ച മിഥുനാദേകമവധി കാമമോഹിതം എന്ന് പറഞ്ഞ് ആ ക്രൂരത ചെയ്ത കാട്ടാളനോട് അരുത് കാട്ടാള, അരുത്, കൊല്ലരുത്, ആ ക്രൗഞ്ചപ്പക്ഷികളിൽ ഒന്നിനെ അമ്പെഴുതി വീഴ്ത്തുക വഴി നീ അതിക്രമിയായിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് സന്താന സൗഭാഗ്യം സിദ്ധിക്കാതെ പോകട്ടെ എന്ന് ശപിച്ചുകൊണ്ട് തുടങ്ങിയ രാമായണത്തിന്റെ പാഠം മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ശിബി ചക്രവർത്തിയുടെ ചരിത്രമറിയാവുന്ന ഒരു കൊച്ചുമാടപ്പിറാവിനായി പോലും ജീവിതം ഹോമിക്കുവാൻ ഭാരതം കാട്ടിത്തന്നു എന്ന് കവി നമുക്ക് പറഞ്ഞ സ്വന്തം ജീവൻ തൃണവൽഗണിച്ച് മാടപ്രാവിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി കഴുത്തിലേക്ക് വാൾ വീശാൻ തയ്യാറായ ശിബി ചക്രവർത്തിയുടെ പാരമ്പര്യമാണ് ഭാരതത്തിന്റെ പാരമ്പര്യം എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഹിന്ദുമതത്തിന്റെ വിശ്വാസികളാണ് വർഗീയതയുടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ വാക്താക്കളായി ആക്രോശങ്ങളുമായി കടന്നു വരുന്നത്, മുഴക്കുന്നത്, കൊന്നുകളയുന്നത്. അങ്ങനെയുള്ള ആക്രോശങ്ങൾ മുഴക്കുന്നവരെയാണ് മുഖ്യമന്ത്രിമാരായി അവരോധിക്കുന്നത്. 2 കുട്ടികളിലധികം പ്രസവിക്കുന്ന മുസ്ലിം പെണ്ണുങ്ങളുടെ വയറുകൾ കീറിപ്പിളർന്ന് അതിലൂടെ ട്രെയിൻ ഓടിക്കണമെന്ന് പറയുന്ന ആളുകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരായി ഇത്തരം വർഗീയതയുടെ വാക്താക്കൾ വാഴ്ത്തിയിട്ടുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. ഹിന്ദുമതം ഇതിന് ഉത്തരവാദിയല്ല. ഹിന്ദുമതം പഠിപ്പിച്ചത് ദ്യൗശാന്തി, അന്തരീക്ഷം ശാന്തി, പൃഥിവീ ശാന്തി, ആപശാന്തി, ഓഷധയ ശാന്തി, വനസ്പതയേ ശാന്തി, വിശ്വദേവാ ശാന്തി, ബ്രഹ്മൻ ശാന്തി, സർവം ശാന്തി, ശാന്തിരേവ ശാന്തി, സാമാ ശാന്തിരേധി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഹൈന്ദവ പണ്ഡിതൻ എഴുതിയ ലേഖനത്തിൽ ശുക്ലയജുർവേദത്തിലെ 36-ാം അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം, അന്തരീക്ഷം ദ്യൗശാന്തി, ആകാശം ശാന്തമാവട്ടെ, അന്തരീക്ഷം ശാന്തി, അന്തരീക്ഷം ശാന്തമാവട്ടെ, പൃഥിവീ ശാന്തി, ഈ ഭൂമി ശാന്തമാവട്ടെ, ആപഹ ശാന്തി, ജലം ശാന്തമാവട്ടെ, ഓഷധയ ശാന്തി, ചെറിയ ചെടികൾ ശാന്തമാവട്ടെ, വനസ്പതയെ ശാന്തി, വൻമരങ്ങൾ ശാന്തമാവട്ടെ, വിശ്വദേവാ ശാന്തി, വിശ്വദേവകൾ ശാന്തമാവട്ടെ, ബ്രഹ്മശാന്തി, ബ്രഹ്മം ശാന്തമാവട്ടെ, സർവം ശാന്തി, സർവം ശാന്തമാവട്ടെ, ശാന്തിരേവ ശാന്തി, സാമാ ശാന്തിരേധി. മേൽപ്പറഞ്ഞതെല്ലാം എനിക്ക് ശാന്തിയും സമാധാനവും ഏകട്ടെ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ശാന്തിയാണ് ഏകേണ്ടത് എന്നാണ് മഹർഷിവര്യന്മാർ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഹിന്ദുമതത്തിന്റെ ആചാര്യന്മാർ സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേ. എല്ലാവരും സന്തുഷ്ടരാവട്ടെ, എല്ലാവരും ആരോഗ്യശാലികളാവട്ടെ, സർവരും സുരക്ഷിതരാവട്ടെ, ആർക്കും ദുഃഖമില്ലാതിരിക്കട്ടെ എന്ന് സർവ ഹിന്ദുക്കൾക്കും എന്ന് പറഞ്ഞവർ പരിമിതപ്പെടുത്തിയില്ല. ഇതാണ് ഹിന്ദുമതം പഠിപ്പിച്ചത്. ഇത് തന്നെയാണ് ഇസ്ലാം മതം പഠിപ്പിച്ചത്. ക്രൈസ്തവ മതത്തിന്റെ പാഠങ്ങളിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്നാണ് ഗിരിപ്രഭാഷണം നടത്തിയ മഹാനായ ശ്രീ യേശു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനമായി നമ്മളെ കേൾപ്പിച്ചത്. ഈ സമാധാനം തന്നെയാണ് മതങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ സമാധാനത്തിലേക്ക് കടന്നു വരണം. ക്രൂരതയുടെ ഭാഗത്തേക്ക് പോവരുത്.
അക്രമം ചെയ്യരുത്. പക്ഷേ യാങ്കി ഭീകരന്മാർ, ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള യുദ്ധക്കൊതിയന്മാർ ക്രൈസ്തവതയെ ചൂഷണം ചെയ്തുകൊണ്ട് അക്രമത്തിന്റെ ആയുധമുണ്ടാക്കാൻ ക്രൈസ്തവ മതത്തെയാണ് കൂട്ടുപിടിക്കുന്നത്. ഫലസ്തീനിന്റെ തെരുവീഥികളിൽ, ഗാസയുടെ മലമടക്കുകളിൽ പിഞ്ചുമക്കളെ ചുട്ടുകൊല്ലുന്ന ഇസ്രായേലി ഭീകരന്മാർ ബൈബിളിന്റെ പഴയ നിയമം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ക്രൂരത ചെയ്യുന്നത്. ഇസ്ലാമിക തീവ്രവാദികൾ ഖുർആനിന്റെ പ്രതികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആളുകളെ കൊന്നുതള്ളുന്നത്. ഹിന്ദുത്വ ഭീകരവാദികൾ രാമായണവും മഹാഭാരതവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മറ്റു മതക്കാരെ, താണജാതിക്കാരെയൊക്കെ തല്ലിക്കൊല്ലുന്നത്, വെട്ടിക്കൊല്ലുന്നത്, തീയിട്ട് കൊല്ലുന്നത്. ഇതിനൊന്നും മതങ്ങൾ ഉത്തരവാദിയല്ല. മതങ്ങൾ സ്നേഹത്തെക്കുറിച്ച്, ശാന്തിയെക്കുറിച്ച്, ഒരുമയെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു തന്നു. എങ്ങനെ മനുഷ്യരെ നമ്മളൊരു ഉമ്മ പെറ്റ മക്കളാണ് എന്ന് പഠിപ്പിച്ചു. യാ യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദഖരിൻ വ ഉൻസാ, നിങ്ങളെ എല്ലാവരെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളൊരു ഉപ്പയുടെ ഒരു ഉമ്മയുടെ മക്കളാണ്, ഒരച്ഛൻ്റെ ഒരമ്മയുടെ മക്കളാണ്. വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു, നിങ്ങളെ വിവിധ വർഗങ്ങളാക്കി, ഗോത്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നത് നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയർ ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കുന്നത് അവർ മാത്രമാണ്. നിങ്ങളൊരു ഉമ്മയുടെ മക്കളാണ്, ഒരു ഉപ്പയുടെ മക്കളാണ്. ആദമിൻ്റെയും ഹവ്വയുടെയും മക്കൾ. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, നിങ്ങളുടെ ഈ സമൂഹമുണ്ടല്ലോ, മനുഷ്യ സമൂഹം ഒരൊറ്റ സമൂഹമാണ്. വാന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ഫഅബ്ദൂൻ, അതിനാൽ നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ എന്നാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യരെ വിളിച്ചു പറയുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ കേശവദേവ് തറവാട് എന്ന നാടകത്തിലൂടെ നമുക്ക് കൈമാറി തന്നത് ഒരേ ഒരു തറവാട്ടിലെ അംഗങ്ങളാണ് നമ്മൾ എന്നുള്ള ആ മഹിതമായ സന്ദേശമാണ്. 992 ഡിസംബർ 6 ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകർന്നു വീണ് ഇന്ത്യ രാജ്യത്തിന്റെ തെരുവീഥികളിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായ വേളയിൽ പാലക്കാട് കോട്ടമൈതാനിയിൽ മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടക്കുകയായിരുന്നു. അതേ ഡിസംബർ 24 മുതൽ 27 വരെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന തൗഹീദിന്റെ പ്രമേയം ഉയർത്തിപ്പിടിച്ച് മുജാഹിദുകൾ പ്രഖ്യാപിച്ച ആ സമ്മേളനം ഇന്ത്യയിലെ ജനങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായി ചേരിതിരിഞ്ഞ് പോർവിളി മുടക്കി പ്രകോപനത്തിന്റെ പ്രഭാഷണങ്ങളും പരിപാടികളുമായി മുന്നേറിയ സമയത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സമ്മേളന പ്രചാരണങ്ങൾ പാതി വഴിക്ക് വെച്ച് സ്നേഹത്തിന്റെ മൈത്രിയുടെ സന്ദേശം പറഞ്ഞുകൊണ്ട് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം പ്രചാരണം നടത്തി. ഇന്നിവിടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ISMന്റെ പ്രവർത്തകന്മാർ കടന്നു വന്ന വാഹനം പോലെ പ്രചാരണ വാഹനം പോയപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുജാഹിദുകൾ പാടിക്കേൾപ്പിച്ച പാട്ട് ഈ ഒരു ഉമ്മ പെറ്റ ഒരു ഉപ്പയുടെ മക്കളാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എന്നുള്ള ആശയം വരുന്ന പല വേഷങ്ങൾ അണിഞ്ഞു നടക്കും ഭാരതവാസികളെ, ഭാരതവാസികളെ, കിടപ്പുമുറികൾ പലതാണെന്നാൽ തറവാടൊന്നല്ലോ, നമ്മുടെ തറവാടൊന്നല്ലോ. ഈ ഗാനം പാടിക്കൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുജാഹിദ് പ്രവർത്തകർ ഈ സ്നേഹ സന്ദേശം പറഞ്ഞത്. ഇത് ഖുർആൻ പഠിപ്പിച്ച പാഠമാണ്. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, നിങ്ങൾ എല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമാകട്ടെ ഈ മണ്ണിൽ നിന്നാണ്. ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമിയിൻ വലാ അബിയൽ അലാ അസ്വദ് ഇല്ലാ ബിത്തഖ്വാ, വെളുത്തവന് കറുത്തവനേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല പടച്ചവനെ സൂക്ഷിക്കുന്നതിന്റെ മാനദണ്ഡത്തിന്റെ പ്രകാരമല്ലാതെ എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഒരുമ്മയുടെ ഒരു ഉപ്പയുടെ മക്കളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിച്ചു, ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. ബൈബിൾ ആദി മാതാപിതാക്കളായ ആദാമിനെയും ഹവ്വയെയും കുറിച്ച് ബൈബിൾ പഴയ നിയമത്തിലെ 1-ാമത്തെ പുസ്തകത്തിലെ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ആദി മാതാപിതാക്കൾ പേരിൽ പോലും വ്യത്യാസമില്ലാത്ത ലോകത്തിനത് പഠിപ്പിച്ചു.
ഹിന്ദുമതം ആദമെന്നും ഹവ്വ എന്നും പറഞ്ഞില്ല, പാർവതി എന്നും പരമേശ്വരൻ എന്നുമാണ് പറഞ്ഞത്. രഘുവംശം മഹാകാവ്യത്തിൻ്റെ പ്രാരംഭത്തിൽ മഹാനായ കാളിദാസൻ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ, ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ, ഈ ജഗത്തിന്റെ ആദിമാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചുകൊണ്ട് ഞാനിതാ തുടങ്ങുന്നു എന്നാണ് രേഖപ്പെടുത്തി വെച്ചത്. മാതാ പാർവതി ദേവി, പിതാ ദേവോ മഹേശ്വര, ബാന്ധവാ മാനവാ സർവേ സ്വദേശോ ഭുവനത്രയം. എല്ലാവരുടെയും മാതാവ് പാർവതി ദേവിയാണ്, എല്ലാവരുടെയും പിതാവ് മഹേശ്വര ദേവനാണ്. ബാന്ധവാ മാനവാ സർവേ, സർവമാനവരും ബന്ധുക്കളാണ്, സർവമാനവരും ബന്ധുക്കളാണ്. സർവ ഹിന്ദുക്കളും ബന്ധുക്കളാണ് എന്നല്ല, സർവ ഉന്നതര ജാതിക്കാരും ബന്ധുക്കളാണ് എന്നല്ല, സകല താണജാതിക്കാരും ബന്ധുക്കളാണ് എന്നല്ല, എല്ലാ മനുഷ്യരും ബന്ധുക്കളാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയുടെ മഹാനായ കവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, ഒരച്ഛനമ്മയ്ക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം, ഒരച്ഛനമ്മയ്ക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്ത് വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്ത് മനുഷ്യവർഗം എന്ന് സുഖം സുഖം എന്ന കവിതയിൽ നമുക്ക് പാടിത്തന്നത്. ഇത് മനസ്സിലാക്കാൻ വേദഗ്രന്ഥങ്ങൾ വായിക്കാൻ നേരം കിട്ടുന്നില്ലെങ്കിൽ, ഖുർആൻ വായിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ, ഇതിഹാസങ്ങൾ വായിച്ച് മനസ്സിലാക്കുവാൻ നേരമില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, നിന്റെ ചൂണ്ടുവിരൽ കൊണ്ട് നിന്റെ വയറിന്റെ മധ്യഭാഗത്ത് അവിടെയുള്ള ദൈവം അവശേഷിപ്പിച്ച പൊക്കിൾ കൊടിയുടെ അടയാളത്തിൽ നീ ഒന്ന് തൊട്ടുനോക്കി ചിന്തിക്കണം. വർഗീയവാദികളും തീവ്രവാദികളും മറന്നു പോകുന്നത് അതാണ്. ആ പൊക്കിൾ കൊടിയുടെ അടയാളം നമ്മളോട് പറയുന്നത്, എടോ മനുഷ്യ, നീ ഏത് മതക്കാരനായാലും, നീ ഏത് പാർട്ടിക്കാരനായാലും, നിന്റെ ഉമ്മയുടെ അമ്മയുടെ വയറ്റിൽ ശിശുവായിരുന്ന സമയത്ത് ഈ സ്ഥലത്ത് ഘടിപ്പിക്കപ്പെട്ട ഒരു വയറിലൂടെയാണ്, ഒരു പൊക്കിൾ കൊടിയിലൂടെയാണ് നിന്റെ ഉമ്മ കഴിച്ച അമ്മ കഴിച്ച ഭക്ഷണം നിനക്ക് കിട്ടിയത്. ഈ സ്ഥലത്തായിരുന്നു ആ പൊക്കിൾ കൊടിയുടെ മറ്റേ അറ്റമുണ്ടായിരുന്നത്. അത് രണ്ടും വിച്ഛേദിച്ചുകൊണ്ടാണ് അമ്മയും കുഞ്ഞും രണ്ടായി മാറിയത്. അതുവരെ അവർ ഒന്നായിരുന്നു. ഉമ്മയുടെ വയറ്റത്ത് അമ്മയുടെ വയറ്റത്തുണ്ട് അതുപോലൊരു അടയാളം, ഉമ്മുമ്മയുടെ അമ്മൂമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന അടയാളം. തലമുറകൾ പുറകിലേക്ക് മറിച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും, എല്ലാ ഹിന്ദുക്കളുടെയും, എല്ലാ മുസ്ലിങ്ങളുടെയും, എല്ലാ ക്രിസ്ത്യാനികളുടെയും, മതത്തിലും ദൈവത്തിലും വിശ്വാസമില്ലാത്ത എല്ലാവരുടെയും ഈ അടയാളം എത്തിമുട്ടി നിൽക്കുന്നത് ഒരേ ഒരു അമ്മയിലാണ്, ഒരേ ഒരു ഉമ്മയിലാണ്. ഇസ്ലാം മതം ആ ഉമ്മയുടെ പേര് ഹവ്വ എന്നാണെന്ന് പഠിപ്പിക്കുന്നു. ക്രിസ്തുമതം, യഹൂദമതം ഹവ്വ എന്നാണ് ആ അമ്മയുടെ പേര് എന്ന് പഠിപ്പിക്കുന്നു. ഹിന്ദുമതം അത് പാർവതിയാണ് എന്ന് പഠിപ്പിക്കുന്നു. ഇതേ ഉള്ളൂ വ്യത്യാസം. ആ അമ്മ പെറ്റ മക്കളായി, ഉമ്മ പെറ്റ മക്കളായി നമുക്ക് സ്നേഹിച്ചുകൂടെ എന്നാണ് വിനീതമായി ഇസ്ലാഹി പ്രസ്ഥാനം ചോദിക്കുന്നത്. മലയാളികളുടെ ചിന്താമണ്ഡലത്തിൽ ഇപ്പോൾ ഇടം നേടിക്കൊണ്ടിരിക്കുന്ന വീരാൻകുട്ടി എന്ന കവി, അദ്ദേഹം മനുഷ്യരുടെ ഈ ചിന്താഗതിയെ, ലോകത്തിൻ്റെ ഈ ചിന്താഗതിയെ സൂചിപ്പിച്ചുകൊണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ. അതൊരു നമ്മളുടെയൊക്കെ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അടുത്തു പോകരുത് എന്ന് വിചാരിച്ച് അകറ്റി നടന്ന മരങ്ങൾ തൊട്ടാണ്. മുജാഹിദ് പ്രസ്ഥാനം ശാന്തിയുടെയും മോക്ഷത്തിൻ്റെയും മഹിതമായ ഈ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം പറയുമ്പോൾ മനുഷ്യരോട് പറയുന്ന അതാണ്. തമ്മിൽ തുടരുത് എന്ന് വിചാരിച്ച് ഹിന്ദുവിനെ നടുന്ന, മുസ്ലിമിനെ നടുന്ന, ക്രിസ്ത്യാനികളെ നടുന്ന, വർഗീയതയും തീവ്രവാദവും നടുന്ന ശക്തികളെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പൊക്കിൾ കൊടി കൊണ്ട് നമ്മൾ തലമുറകൾ പുറകിൽ കെട്ടിപ്പിടിക്കുന്നു എന്നുള്ള മഹിതമായ പാഠം ഇതാണ്. ഈ ഒരു പാഠത്തിലേക്ക് കടന്നു വന്നാൽ പിന്നീട് ചോരപ്പുഴകൾ ഉണ്ടാവില്ല. ആസാമും അലിഗഡും മീററ്റും ഭീവണ്ടിയും മുറാദാബാദും ഔറംഗാബാദും പകൽപൂരും ജബൽപൂരും ജാംഷഡ്പൂരും സീതാമടിയും നെല്ലിയും മലിയാനയും പൂന്തുറയും വിഴിഞ്ഞവും നാദാപുരവും സൂറത്തുകല്ലും ഈ ലോകത്ത് ഇനി ആവർത്തിക്കപ്പെടുകയില്ല. ഗുജറാത്തും കാശ്മീരും
അഫ്ഗാനും ഇറാഖും ഫലസ്തീനും ഈ ലോകത്ത് ആവർത്തിക്കപ്പെടുകയില്ല. കാരണം ആരെയാണോ ഞാൻ കൊല്ലാൻ ശ്രമിക്കുന്നത്, ആരെയാണോ ഞാൻ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്, അവൻ എൻ്റെ ഉടപ്പിറപ്പാണ്, അവൻ എൻ്റെ സഹോദരനാണ്, അവനെ ഞാൻ കൊല്ലരുത് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകും. നീ കത്തിയേന്തും നൊടിയിൽ നിൻ കൈവിട്ട് വീടുന്നു വേദം ഖുർആൻ സുവിശേഷവും, വീടുന്നു മർദ്ദിത വിപ്ലവ സ്വപ്നവും, വീഴുന്നു സത്യവും ഭംഗിയും നന്മയും, ഒന്നേ ത്രസിക്കുന്നു നിന്നിലപ്പോൾ കുലം വെന്തു നീറാക്കും ചെകുത്താന്റെ ആൾബലമെന്ന് കവി നമുക്ക് പാടിത്തന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരേ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. വസുധായേവ കുടുംബകം, ലോകം ഒരൊറ്റ കുടുംബമാണ് എന്ന് മഹർഷി വര്യന്മാർ പഠിപ്പിച്ചു തന്ന ആ ഒരാശയത്തിലേക്ക്, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, നിങ്ങളുടെ ഈ സമൂഹം മനുഷ്യ സമൂഹം ഒരേക സമൂഹമാണ് എന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ ആശയത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായാൽ നമുക്ക് ശാന്തിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതിനേക്കാളേറെ നമ്മൾ ഒന്നിപ്പിക്കുന്ന ആശയമാണ് നേരത്തെ CP ഇവിടെ പറഞ്ഞതുപോലെ, നമ്മളൊക്കെ ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ആ ദൈവത്തിന് തിരുവനന്തപുരം ജില്ലയിലെ ഹിന്ദുക്കൾക്ക് മാത്രം മഴ മതി എന്ന് തീരുമാനിച്ച് ഹിന്ദുക്കളുടെ പറമ്പുകളിൽ തൊടികളിൽ മാത്രം മഴ പെയ്യിക്കുന്ന വർഗീയവാദിയായ ദൈവമല്ല അത്. തിരുവനന്തപുരം ജില്ലയിലെ മുസ്ലിങ്ങൾക്ക് മാത്രം വെളിച്ചം കിട്ടിയാൽ മതി, അവർക്ക് മാത്രം സൂര്യന്റെ പ്രകാശം കിട്ടിയാൽ മതി എന്ന് തീരുമാനിച്ച വർഗീയവാദിയായ ദൈവമല്ല അത്. ക്രിസ്ത്യാനികൾക്ക് മാത്രം വായു മതി, അവർക്ക് മാത്രം ഓക്സിജൻ മതി എന്ന് തീരുമാനിച്ച വിഭാഗീയ ചിന്താഗതിയുള്ള ദൈവമല്ല അത്. ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും മതവിശ്വാസമുള്ളവനും ഇല്ലാത്തവനും ഒരേപോലെ വായുവും വെള്ളവും വെളിച്ചവുമേകിയ ഒരു ദൈവം തമ്പുരാനുണ്ട്. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരേ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുമ്പുള്ളവരെ സൃഷ്ടിച്ച ആ സൃഷ്ടാവായ രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എങ്കിൽ നിങ്ങൾ ഭക്തിയുള്ളവരാകും. ആ ഭക്തിയുള്ളവരാണ് ദൈവത്തിന്റെ പക്കൽ ആദരണീയർ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയെ വിധാനിച്ചു തന്ന, ഒരു മെത്ത പോലെയാക്കി തന്ന ദൈവം തമ്പുരാൻ. ഒരു മണിക്കൂറിൽ 1650 കിലോമീറ്റർ വേഗതയിൽ നമ്മളെയും കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിലാണ് നമ്മൾ ഈ ജില്ലാ സമ്മേളനം നടത്തുന്നത്. നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്നത്, വീടുകൾ ഉണ്ടാക്കുന്നത്, നടക്കുന്നത്, ഓടുന്നത്, കളിക്കുന്നത്. ഒരു പ്രയാസവും നമുക്കില്ല. ഒരു തൊട്ടിലിൽ കഴിയുന്ന കുഞ്ഞിനെ പോലെ സുഖതമായ ജീവിതം നയിക്കുന്നു നമ്മളെല്ലാം. ആരാണ് ഈ സൗകര്യം ഒരുക്കി തന്നത്? പടച്ച തമ്പുരാൻ, ദൈവം തമ്പുരാൻ. വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നവൻ. മാരകമായ അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ കരിച്ചു കളയാതിരിക്കാൻ, നമ്മുടെ സസ്യങ്ങളെ നശിപ്പിച്ച് കളയാതിരിക്കാൻ ഓസോൺ പാളികൾ സംവിധാനിച്ചു വെച്ച ആ സർവശക്തനായ പടച്ച തമ്പുരാൻ. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് മഴവെള്ളം മഴയായി പെയ്യിച്ചു തന്ന പടച്ച തമ്പുരാൻ. നേരത്തെ ഈ സമ്മേളനത്തിന്റെ ആദ്യത്തെ സെഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉണ്ണിൻകുട്ടി മൗലവി നടത്തിയ പ്രഭാഷണത്തിൽ അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, ഖുർആനിന്റെ ആ ചോദ്യം ഉന്നയിച്ചിട്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ കുടിക്കുന്ന ആ വെള്ളത്തെക്കുറിച്ച്? ആരാണ് മഴമേഘങ്ങളിൽ നിന്ന് ആ വെള്ളം മഴവെള്ളമായി നിങ്ങൾക്ക് പെയ്യിച്ചു തന്നത്? നിങ്ങളാണോ അതല്ല നാമാണോ എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കുന്നു. എല്ലാവർക്കും ആവശ്യമായ വെള്ളം മഴയായി പെയ്യിച്ചു തരുന്ന പടച്ച തമ്പുരാൻ ഈ മേശമേൽ കുടിക്കാൻ വേണ്ടി നിരത്തിവെച്ച ബോട്ടിൽ വെള്ളത്തിന് 10 രൂപയും 15 രൂപയുമാണ് വില. 2 2.5 ഗ്ലാസോ ഉള്ള വെള്ളത്തിന്റെ വിലയാണത്. ഒരു നയാ പൈസ ഫീസ് വാങ്ങാതെ പടച്ച തമ്പുരാൻ ഫ്രീ ആയി തന്ന ആ മഴവെള്ളം കിണറിലും അതേപോലെ തന്നെ ജലാശയങ്ങളിലും പുഴകളിലുമൊക്കെയുള്ളത് ശുദ്ധീകരിച്ച് 1 രൂപ വിലയുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലിൽ 5 പൈസ വിലയില്ലാത്ത ഒരു സഞ്ചി കൊണ്ട് പൊതിഞ്ഞതിന്റെ വിലയാണ് 15 രൂപ. പക്ഷേ മഴ പെയ്യുന്നില്ലെങ്കിൽ, മേഘങ്ങൾ മുകളിൽ ഉണ്ടെങ്കിൽ ഒരു കൃത്രിമ മഴ പെയ്യിക്കാൻ ഹെലികോപ്റ്ററിൽ സിൽവർ അയഡൈഡ് കൊണ്ടുപോയി വിതറിയിട്ട് കൃത്രിമ മഴയായി പെയ്യിക്കണമെങ്കിൽ ഈ പ്രദേശത്ത്, ഈ ജില്ലയിൽ മാത്രം
ഒരൊറ്റ മഴ പെയ്യിക്കണമെങ്കിൽ 25-30 കോടി രൂപയാണ് അതിൻ്റെ ചെലവ്. ആ 30 കോടി കൊടുത്ത് പെയ്യിച്ച മഴയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കുപ്പിവെള്ളത്തിൻ്റെ വില എത്രയായിരിക്കും? ഫ്രീ ആയിട്ടാണ് പടച്ചതമ്പുരാൻ ആ വെള്ളം നമുക്ക് തരുന്നത്. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ആ പടച്ചവന് വർഗീയതയില്ല, ആ പടച്ചവന് വിഭാഗീയതയില്ല, ആ പടച്ചവന് സങ്കുചിത്വമില്ല. ആ പടച്ചതമ്പുരാനെ അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു എന്നുള്ളത്. അത് മാപ്പിളമാരുടെ മുസ്ലിങ്ങളുടെ കുലദൈവത്തിൻ്റെയോ കുടിദൈവത്തിൻ്റെയോ പേരല്ല. സർവേശ്വരൻ, പടച്ചതമ്പുരാൻ, സർവശക്തനായ ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് ആ പടച്ചവനെ കുറിച്ചാണ്, ആ അള്ളാഹുവിനെ കുറിച്ചാണ്. ദി ഓൾമൈറ്റി ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ആ ദൈവത്തെക്കുറിച്ചാണ്. പ്രായമായ ആളുകൾ എല്ലാം കാണുന്ന മോളിലുള്ള ഒരുത്തൻ എന്ന് പറയുന്നത് ആ സർവശക്തനെ കുറിച്ചാണ്. ആ പടച്ചവന്റെ പടപ്പുകളാണ് നമ്മൾ. അഖിലാണ്ടമണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗന്ദര്യ ധാമം പടർത്തി. എനിക്ക് വരികൾ കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും ഈ അണ്ടകടാഹത്തെ, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ഗതിവിഗതികളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ സർവശക്തനായ പടച്ചവന്റെ പടപ്പുകളാണ് ഈ ലോകത്തുള്ള എല്ലാവരും. അവരെ ആ പടച്ചവന്റെ പടപ്പുകൾ എന്നുള്ള നിലയിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. നമ്മളെപ്പോലെ പടച്ചവൻ ജീവൻ കൊടുത്തവരാണ്, നമ്മളെപ്പോലെ പടച്ചവൻ അനുഗ്രഹിച്ചവരാണ്. അവരെ പടച്ചതും നമ്മളെ പടച്ചതും ഒരേ പടച്ചവനാണ്. ആരാണ് അല്ലാഹു? ഖുൽ, പറഞ്ഞു കൊടുക്ക് നബിയേ, ഹുവല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനായ സർവശക്തനാണ്. അല്ലാഹു സ്വമദ്, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത എല്ലാവർക്കും ആശ്രയമേകുന്നവനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും പിതാവല്ല, ആരുടെയും പുത്രനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ലോകത്ത് യാതൊന്നും തന്നെയില്ല. ആ പടച്ചവനെ, ആ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നിക്കാം, നന്നാവാമെന്നാണ് മഹാന്മാരായ മഹർഷിവര്യന്മാർ ഏകം സത് വിപ്രാ ബഹുധാവദന്തി, സത്തായ ഒന്നിനെ വിവരമുള്ള ആളുകൾ പലതായി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സർവശക്തനായ പടച്ചവനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉപനിഷത്തുക്കളിൽ കേനോപനിഷത്തിൽ ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത് വാജോഹ വാജം സ പ്രാണസ്യ പ്രാണ ചക്ഷുഷക്ഷുരതി മുച്ഛധീര പ്രേത്യാസ്മാൻ ലോകാദമൃതോ ഭവന്തി ന തത്ര ചക്ഷുർഗച്ഛതി ന വാഗച്ഛതി നോ മന ന വിദ്മോ ന വിജാനീമോ യഥൈതദനുശിഷ്യാത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ, DC ബുക്സ് പ്രസിദ്ധീകരിച്ച, കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസിയിൽ കേനം എന്ന അധ്യായത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ആ പരബ്രഹ്മത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ശ്ലോകമാണിത്. ഏതൊന്നാണോ കണ്ണുകൊണ്ട് കാണാനാവാത്തത്, എന്നാൽ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകിയത്, ഏതൊന്നാണോ കാതുകൊണ്ട് കേൾക്കാനാവാത്തത്, എന്നാൽ കാതുകൾക്ക് കേൾവി ശക്തി നൽകിയത്, ഏതൊന്നാണോ മനസ്സുകൊണ്ട് മനസ്സിലാക്കാനാവാത്തത്, എന്നാൽ മനസ്സുകൾക്ക് മനനശേഷി നൽകിയത്, ഏതൊന്നാണോ നമ്മുടെ പ്രാണൻ കൊണ്ട് നമുക്ക് ചേഷ്ടിപ്പിക്കുവാനാവാത്തത്, എന്നാൽ നമ്മുടെ പ്രാണനെ ചേഷ്ടിപ്പിക്കുന്നത്, ഏതൊന്നാണോ നമ്മുടെ വാക്കുകൊണ്ട് നമുക്ക് ആവിഷ്കരിക്കുവാനാവാത്തത്, എന്നാൽ ആ വാക്കുകൾക്ക് ആവിഷ്കാരം നൽകിയത്, അതാകുന്നു ബ്രഹ്മം. അതിൽ നിന്ന് അന്യമായി ഉപാസിക്കപ്പെടുന്ന യാതൊന്നും തന്നെ ബ്രഹ്മമല്ല. കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും ചിന്തിക്കുവാനുള്ള മനസ്സും ഓടി നടക്കുവാനുള്ള ജീവനും നൽകിയ ആ സർവശക്തനായ ദൈവത്തെ, അതുതന്നെയാണ് യേശു ക്രിസ്തു ഇസ്രായേലിലെ കേൾക്ക, നിങ്ങളുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ് എന്ന് പറഞ്ഞു തന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്നല്ല. എന്നിട്ട് യേശു ഒന്നുകൂടി പറഞ്ഞു, നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശരീരത്തോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് യേശു പഠിപ്പിച്ചത്.
നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്. പക്ഷേ ക്രൈസ്തവ സഹോദരന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഹൈന്ദവ സഹോദരന്മാർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മുസ്ലിങ്ങളിലെ സഹോദരന്മാർക്ക് ഈ സാക്ഷാൽ ദൈവത്തിൻ്റെ ശക്തിവിശേഷം മനസ്സിലാക്കി ആ ദൈവത്തോട് ചോദിക്കുന്നതിന് പകരം ദൈവമല്ലാത്ത മറ്റ് പലരുടെയും കേന്ദ്രങ്ങളിൽ പോയി, ഭീമാപ്പള്ളിയിൽ പോയി, ഏർവാടിയിൽ പോയി, നാഗൂരിൽ പോയി, മമ്പറത്ത് പോയി, മടവൂരിൽ പോയി, അവിടങ്ങളിലൊക്കെ മറമാടപ്പെട്ട് കിടക്കുന്ന നല്ലവരായ മഹാന്മാരായ ആളുകൾ, അവർ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരാണ്, അവരോട് ചോദിച്ചാൽ മതി എന്നുള്ള ന്യായീകരണം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാൻ MLA കൂട്ടുപിടിക്കുന്ന പോലെ പടച്ചവന്റെ അടുത്തേക്ക് പോകാൻ ഇത്തരം ആൾക്കാരെ കൂട്ടുപിടിക്കണമെന്ന മുടന്തൻ ന്യായങ്ങളുമായി കടന്നു വന്ന് കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നു പറയുന്നവനായ ആ തമ്പുരാനെ വിട്ട് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത മരിച്ചുപോയ ആളുകളുടെ കേന്ദ്രങ്ങളിലേക്ക് പോവുകയാണ്. കഷ്ടമെന്നല്ലാതെ വേറെ എന്താണ് പറയേണ്ടത്? മുജാഹിദ് പ്രസ്ഥാനം അതുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആത്യന്തികമായി മനഃശാന്തി വേണോ? ആത്യന്തികമായി സമാധാനം വേണോ? നിങ്ങൾക്ക് മോക്ഷത്തിന്റെ വഴിയിലേക്ക് പോകണോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എല്ലാവരെയും പടച്ച, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന, എല്ലാറ്റിനും കഴിവുറ്റവനായ ഈ ജഗന്നിയന്താവായ അള്ളാഹുവിനെ, ദൈവത്തെ സ്മരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ശാന്തി കിട്ടുകയുള്ളൂ. ആ ശാന്തി കിട്ടണമെങ്കിൽ ആ ദൈവത്തെ സ്മരിക്കണം, ആ പടച്ചവനെ സ്മരിക്കണം, എല്ലാവരുടെയും സൃഷ്ടാവായ ആ പടച്ചവൻ. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത്. എന്തിന് ഇങ്ങനെ ധരിച്ചിട്ടില്ലെങ്കിൽ? ദൈവത്തെ മുജാഹിദുകൾ ഇങ്ങനെ പറയുന്നു, ഇസ്ലാം ഇങ്ങനെ പറയുന്നു, ഹിന്ദുമതം ഇങ്ങനെ പറയുന്നു, യഹൂദമതം അങ്ങനെ പറയുന്നു. ഞങ്ങൾക്കിതൊന്നും അറിയില്ല, ഇങ്ങനെയൊന്നും ചെയ്തില്ല. ഓരോരുത്തർ അങ്ങനെ പറയട്ടെ, ഞങ്ങൾ ഇങ്ങനെ തോന്നിയതുപോലെ ജീവിക്കും. Let us have wine, women, mirth and laughter, your sermons and soda water the day after. ഞങ്ങൾക്ക് വേണ്ടത് കള്ള്, പെണ്ണ്, ചിരി, സന്തോഷം. നിങ്ങളുടെ പ്രസംഗം വേണ്ട, നിങ്ങളുടെ ഉപദേശം വേണ്ട. Eat, drink and be merry. At any moment you may die. തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക. ഏത് നിമിഷവും മരിച്ചു പോകും. അതിനു മുമ്പ് ജീവിതം ഐസ്ക്രീം പോലെയാണ്, അലിഞ്ഞു തീരുന്നതിന് മുമ്പ് ആസ്വദിക്കൂ എന്നൊക്കെ മനോഹരങ്ങളായ വാക്കുകൾ പറഞ്ഞ് മനസ്സിനെ പിടിച്ചുലക്കുന്ന പ്രയോഗങ്ങൾ നടത്തിയിട്ട് ജീവിച്ച് മരിക്കാൻ, ദുനിയാവിലെ ഈ ജീവിതം മാത്രമേ ഉള്ളൂ, വേറെ ജീവിതമില്ല, അതുകൊണ്ട് ഈ ജീവിതം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളോട് എന്തിനാണ് ഇതുപോലെ മുജാഹിദുകൾ ആയിരക്കണക്കിന് രൂപ മുടക്കി, ഒരുപാട് അധ്വാനം മുടക്കി, ഒരുപാട് കഷ്ടപ്പെട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നത്? നാളെ മറ്റന്നാൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മെമ്പറായി കളയാനാണോ? അല്ല. അതിന് മെമ്പറാവണമെങ്കിൽ ഈ പണി മാറ്റിയിട്ട് വേറെ പണിയാണ് എടുക്കേണ്ടത്. വേറെ പാർട്ടികൾ ചേർന്ന് പണിയെടുക്കണം. അതിന് തരാതരം പോലെ വർഗീയത, തീവ്രവാദം എന്താണോ വേണ്ടത്, മതം, ജാതി, രാഷ്ട്രീയം എന്താണോ വേണ്ടത്, അതൊക്കെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി ആളുകളുടെ വോട്ട് വാങ്ങിയാലാണ് അതിന് കഴിയുക. ഇത് പറഞ്ഞാൽ മനുഷ്യർ തമ്മിൽ തല്ലരുത്, കൊല്ലരുത്, കലഹിക്കരുത്, ആക്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ വോട്ട് ഉള്ളതും കൂടി കുറയുകയുള്ളൂ. പിന്നെ എന്തിനാ മുജാഹിദുകൾ പറയുന്നത്? അതാണ് മോക്ഷത്തിൻ്റെ മാർഗം. മരിച്ചു കഴിഞ്ഞാൽ തീരുന്നതല്ല ജീവിതം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. എല്ലാവരും മരണമാസ്വദിക്കും. ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും മതമുള്ളവനായാലും ഇല്ലാത്തവനായാലും പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും MLA ആയാലും MP ആയാലും പഞ്ചായത്ത് മെമ്പറായാലും രാജാവായാലും പ്രജയായാലും പണ്ഡിതനായാലും പാമരനായാലും പണക്കാരനായാലും പണിക്കാരനായാലും ആയുസ്സെത്തുന്ന സമയത്ത് അവൻ മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരണത്തിൻ്റെ ആ വേദന രുചിക്കുക തന്നെ ചെയ്യും. ഫഇന്നമാ തുവഫൗന ഉജൂറക്കും വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള കൃത്യമായ പ്രതിഫലം, ന്യായമായ വിധി തീർപ്പ് ആ പരലോക വിചാരണ നാളിലാണ് ഉണ്ടാവുക. അന്ന് നന്മ ചെയ്ത ആളുകൾക്ക് സ്വർഗമുണ്ട്, തിന്മ ചെയ്ത ആളുകൾക്ക് നരകമുണ്ട്. ഫമൻ സുഹ്സിഹ
അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആര് അന്ന് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നുവോ അവനാകുന്നു വിജയിച്ചവൻ. അവനാണ് വിജയിച്ചവൻ. ഇവിടെ ജയിക്കുന്നവനല്ല. ഇവിടെ വർഗീയത പറഞ്ഞാൽ വോട്ട് കിട്ടും, തീവ്രവാദം പറഞ്ഞാൽ നോട്ട് കിട്ടും, ആളെ കിട്ടും. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേര് മാറ്റിയിട്ട് ഒരു മുസ്ലിം ഐക്യവേദിയാക്കിയിട്ട് മുസ്ലിങ്ങളെ ജാഗരം കൊള്ളിക്കുന്ന തീവ്രവാദ പ്രസംഗമാണെങ്കിൽ ഈ സദസ്സ് മതിയാവില്ല. ഇവിടെ ഹിന്ദുവിന്റെ പേര് പറഞ്ഞ് ഒരു ഹിന്ദു ഐക്യവേദി ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്കെതിരെ വിദ്വേഷം പറയുന്ന ഒരു പ്രസംഗമാണ് ഇവിടെ നടക്കുന്നത് എങ്കിൽ ഇത്ര ആളുകൾ പോരാ ഇവിടെ. കാരണം ആളുകൾക്ക് അതാണ് താല്പര്യം, അതാണ് ആവേശം. മുജാഹിദുകൾക്ക് അത് വേണ്ട, അങ്ങനെയുള്ള ആവേശം വേണ്ട. മരിച്ചു കഴിഞ്ഞാലുള്ള സ്വർഗം മതി. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതിന്റെ ഫലം ഓരോരുത്തരും അനുഭവിക്കും. അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതിന്റെ ഫലം ഓരോരുത്തരും അനുഭവിക്കും എന്നുള്ള തിരിച്ചറിവ് നൽകിക്കൊണ്ട് പടച്ചതമ്പുരാൻ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ മഹിതമായ ആശയം ശ്രീനാരായണ ഗുരു ഒരുവനു നല്ലതും അന്യനല്ലലും ചേർ പൊരുതൊഴിലാത്മവിരോധിയോർത്തിടേണം പരനു പരം പരിതാപമേകിടുന്നോർ എരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു എന്ന് ആത്മോപദേശ ശതകത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ പരനു പരം പരിതാപമേകിടുന്നോർ എരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ആ നരകത്തെക്കുറിച്ചാണ്. മഹാനായ കൃഷ്ണൻ 16-ാം അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകത്തിൽ ശ്രീമദ് ഭഗവത്ഗീതയിൽ അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേഷു ജോ. അനേക ചിത്തങ്ങളുള്ളവരായി, മനസ്സിന് ചാഞ്ചല്യം സംഭവിച്ചവരായി, നെറികേടുകളിലും ആസക്തികളിലും നിമഗ്നരായ ആളുകൾ പതന്തി നരകേ അശുചൗ, അശുദ്ധമായ നരകത്തിൽ പതിക്കുന്നു എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് നരകമെന്ന് 16, 17, 18, 19, 20, 21 വരെ 16-ാം അധ്യായത്തിലെ ശ്ലോകങ്ങളിൽ മഹാനായ കൃഷ്ണൻ ഹിന്ദുക്കളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതാണ് നരകം? ഖുർആൻ ഒന്നുകൂടി കൃത്യമായി ഇന്ന ജഹന്നമ കാനത് മിർസ്വാദാ ലിത്വാഗീന മആബാ ലബിസീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ എന്ന് പറഞ്ഞുകൊണ്ട് ആ നരകത്തിന്റെ ഭീകരത, ഭയാനകത പറഞ്ഞു തരുന്നു, നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എൻ്റെ ബസ്സിൻ്റെ സമയം ഏതാണ്ട് ആയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും തന്നെ ഞാൻ ഒരു വിധത്തിൽ ഓട്ടിപ്പിടിച്ച് എങ്ങനെയെല്ലാമോ പറഞ്ഞു തീർത്തതാണ്. ഈ പരലോകത്ത് നരകത്തിൽ പോകാതെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. ഇവിടെ നമുക്ക് പലതും നേടാൻ കഴിയും, പലതും. പക്ഷേ അവിടെ ആരോരും രക്ഷിക്കാനില്ലാത്ത ഒരു ലോകമുണ്ട്. തൽക്കാല ദുനിയാവ് കണ്ട് നീ മയങ്ങാതെ എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ എന്ന് സിനിമക്കാരൻ വരെ നമുക്ക് പാടി തന്നിട്ടുണ്ട്. ആ മരണത്തെ ഓർമ്മിച്ച്, മരണാനന്തരമുള്ള ലോകത്തെ ഓർമ്മിച്ച്, അവിടെ രക്ഷപ്പെടേണ്ടതിനെ കുറിച്ച് ഓർമ്മിച്ച്, അവിടെ വിജയിക്കേണ്ടതിനെ കുറിച്ച് ഓർമ്മിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആളുകൾക്ക് ദ്രോഹം ചെയ്യാതെ, നന്മ ചെയ്യാതെ, പരമാവധി പുണ്യങ്ങൾ ചെയ്ത്, നന്മകൾ ചെയ്ത് ഈ ജീവിതം ധന്യമാക്കിയാൽ നമുക്ക് മരണാനന്തര ജീവിതത്തിൽ മോക്ഷമുണ്ട്. ഇല്ലെങ്കിൽ അവിടെ നിത്യ നരകമുണ്ട്. അവിടെ ഈ സൽക്കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് സ്വർഗമുണ്ട്, വിജയമുണ്ട്, തൃപ്തിയുണ്ട്. അള്ളാഹുവിൻ്റെ ആ സലാം സലാം എന്ന മാലാഖമാരുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ആ ദാറുസ്സലാമിൽ കഴിയാം. ഏത് വേണം? ഇസ്ലാം മതം പറയുന്നു, മനുഷ്യരെ നമുക്കൊരുമിക്കാം, നമുക്കൊന്നിക്കാം. ഹിന്ദുവിൻ്റെ സൃഷ്ടാവായ, മുസ്ലിമിൻ്റെ സൃഷ്ടാവായ, ക്രിസ്ത്യാനിയുടെ സൃഷ്ടാവായ ആ ഏകനായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ ദൈവം നമുക്ക് നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുത്ത ദൈവദൂതന്മാരിലൂടെ നമുക്ക് കൈമാറി തന്ന തെളിവുകൾ ബോധ്യപ്പെട്ട് തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ
വിചാരണ നടക്കുമ്പോൾ അവിടെ ഓരോരുത്തരും സമാധാനം പറഞ്ഞാൽ മതി. ആ കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സർവശക്തനായ പടച്ചതമ്പുരാൻ, ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും ഇഹലോകത്തും പരലോകത്തും വിജയം കൈവരിച്ച സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.